ഹായ് മക്കളെ, അങ്ങനെ നമ്മൾ ഇനിയും സമയമുണ്ടല്ലോ എന്ന് മാറ്റിവെച്ച +1 മോഡൽ എക്സാമിന് ഇനി ദിവസങ്ങൾ മാത്രമാണ്. ആൻഡ് ഉറപ്പാണ് നിങ്ങളൊക്കെ നല്ല ടെൻഷനിലായിരിക്കും. നിങ്ങളുടെ കുറേ ആൾക്കാർ എന്തായിരിക്കും, മുഴുവൻ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർ ഏകദേശം തീരാറായിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ടാകും, കുറച്ച് ആൾക്കാർ ഇതുവരെ തുടങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇതിൽ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്നുള്ള ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു കുഞ്ഞു മോട്ടിവേഷൻ ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സോ എന്താ സാർ ഈ ഒരു സ്റ്റഡി പ്ലാൻ? ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ മോഡൽ എക്സാമിന് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, 3-4 ദിവസമായിരിക്കും. നിങ്ങൾ എന്നീ വീഡിയോ കാണുന്നതനുസരിച്ച് അപ്പം ഇനിയുള്ള 4 ദിവസം നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒന്ന് നോക്കാം. മോഡൽ എക്സാം ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 15-ാം തീയതിയാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് രാവിലെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക സെക്കൻഡ് ലാംഗ്വേജിലേക്കായിരിക്കും കേട്ടോ. പക്ഷേ ആഫ്റ്റർനൂണിലുള്ള ഇംഗ്ലീഷ് എന്തായിരിക്കും, കുറച്ച് നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് സുഹേൽ സർ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ കാണാവുന്നതാണ്, ഈ ചാനലിൽ തന്നെ ഉണ്ടാവും. പിന്നെ വെള്ളിയാഴ്ച വരുമ്പം 2 സബ്ജക്റ്റുകളാണ്, രാവിലെ കെമിസ്ട്രിയും ഉച്ചക്ക് ബയോളജിയും. രാവിലെ കെമിസ്ട്രിയും ഉച്ചക്ക് ബയോളജിയുമാണ്. ആൻഡ് അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശനി, ഞായർ, തിങ്കൾ 3 ദിവസം നിങ്ങൾക്ക് എന്താണ്, സ്റ്റഡി ലീവ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റുകളെ കുറിച്ച് എന്ത് ചെയ്യണ്ട, ഇപ്പം നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക വേണ്ട. അത് ഈ 3 ദിവസങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ സംഭവങ്ങളാണ്. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതെങ്ങനെ എഡ്യൂപോർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ഓർ ടൈം ടേബിളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം. യെസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് വരുന്നത് വെച്ചാൽ, ഏറ്റവും ഫസ്റ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഗ്രാമർ. അപ്പം അതിനു വേണ്ടി നമ്മൾ വിംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കൊടുത്തിട്ടുണ്ട്. അതായത് 15 മിനിറ്റോളമുള്ള 4 വീഡിയോസിലായിട്ട് നിങ്ങളുടെ +1 ഇംഗ്ലീഷ് മുഴുവൻ ഗ്രാമറുകളും കവർ ചെയ്യും. അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വന്നതിന് ശേഷം ഇന്നും, അതായത് ശനിയാഴ്ച 10-ാം തീയതി ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ 4 ഇംഗ്ലീഷ് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പം ഞായറാഴ്ച രാത്രി 7 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആ 4 വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം 7 മണിക്ക് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു സ്പെഷ്യൽ ലൈവ് ഉണ്ട്. ആൻഡ് ഈ വീഡിയോസും കണ്ട് ഈ ഗ്രാമർ ലൈവും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി പിന്നെ എന്താണ്, ഇംഗ്ലീഷ് ഗ്രാമർ +1 സെറ്റാവും. ഓക്കെ, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബയോളജിയും കെമിസ്ട്രിയും ഉണ്ട്. ആ ബയോളജിയും കെമിസ്ട്രിയും നമ്മൾ വരുന്നത് 12-ാം തീയതി മൺഡേ രാവിലെ 9 മണിക്ക് ബോട്ടണിയുടെ കംപ്ലീറ്റ് മാരത്തോണും, അതേപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് സുവോളജിയുടെ കംപ്ലീറ്റ് മാരത്തോണും. തിങ്കളാഴ്ചയോടുകൂടി +1 ബയോളജി മൊത്തം നമ്മൾ എടുത്തു തരും. നമ്മൾ ആ ബിലാൽ സാർ ഉണ്ടാവും, അഖിൽ സാർ ഉണ്ടാവും, ദേവപ്രിയ മാം, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് സെറ്റായി തരും. നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ 9 മണി വരെ ഉണ്ടായിരിക്കണം. 9 മണി മുതൽ എപ്പോഴാണ് തീരുന്നത് അതുവരെ എന്നാണ് ബോട്ടണി ഉണ്ടാവുക. ആൻഡ് അതിനുശേഷം 5 മണിക്ക് നമ്മൾ ബയോളജി തുടങ്ങും. ഇതേപോലെ തന്നെ 13-ാം തീയതി ചൊവ്വാഴ്ച നമ്മൾ കെമിസ്ട്രിയും സെറ്റായി തരും. അന്ന് യാസീൻ സാറുടെയും മുഹസിൻ സാറുടെയും തേരോട്ടമായിരിക്കും. രാവിലെ 9 മണിക്ക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ടും 5 മണിക്ക് സെക്കൻഡ് പാർട്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുഴുവൻ കെമിസ്ട്രിയും ആ ദിവസങ്ങൾ തീർക്കും. കാരണം എന്താ, കെമിസ്ട്രിക്കും ബയോളജിക്കും മുന്നേ നമുക്ക് പഠിക്കാൻ സമയമില്ല. അത് കഴിഞ്ഞ് 14-ാം തീയതി ആകുമ്പോൾ പിറ്റേന്ന് എന്താണ്, നമ്മളെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. അതേ രീതിയിൽ തന്നെ എന്താണ്, രാവിലെ സെക്കൻഡ് ലാംഗ്വേജും 9 മണിക്ക്, 5 മണിക്ക് ഇംഗ്ലീഷിൻ്റെയും മെഗാ മാരത്തോൺ ഉണ്ടാവും. അതും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എന്താ പറയുക, റാപ്പിഡ് റിവിഷൻ ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതും കൂടെ കഴിഞ്ഞിട്ട് എന്താണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ബയോളജിയും കെമിസ്ട്രിയും നിങ്ങൾക്ക് സെറ്റാവും. ആൻഡ് സെക്കൻഡ് ലാംഗ്വേജിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്നുകിൽ മലയാളം, അല്ലെങ്കിൽ അറബിക്ക്, അല്ലെങ്കിൽ സംസ്കൃതം. ഇത് 3 നമ്മൾ ഉറപ്പായിട്ടും, ഹിന്ദി 4 നമ്മൾ ഉറപ്പായിട്ടും തരുന്നതാണ്. ഉറുദുവിൻ്റെ കേസിൽ നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഉറുദുവും തരും. നിങ്ങൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ആൻഡ് ഏറ്റവും അവസാനം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പഠിച്ച് തീരാത്ത ആൾക്കാർക്കും പഠിച്ച് തീർന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ മോഡൽ എക്സാം കഴിഞ്ഞാലും 21 കഴിഞ്ഞാലും നമുക്ക് പിന്നെ
ഏകദേശം 9 ദിവസം നിങ്ങൾ ഫൈനൽ എക്സാമിന് വരുന്നുണ്ട്. പിന്നെ ഭൂരിഭാഗം സബ്ജക്റ്റുകൾക്കിടയിലും നമുക്ക് ആവശ്യത്തിന് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ വിലങ്ങ് തടിയാവുക, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കലാണ് ഈ ഒരു മോഡൽ എക്സാമിന് മുന്നേയുള്ള നമ്മളുടെ മെഗാ റിവിഷൻ സീരീസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു കാര്യം 100% ഞാൻ പറയാം, നിങ്ങളുടെ +1 കഴിഞ്ഞ 9 മാസം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നാളെ മുതൽ ഞായറാഴ്ച രാത്രി 7 മണിയുടെ ഇംഗ്ലീഷ് ഗ്രാമർ മുതൽ നമ്മളുടെ മുഴുവൻ ലൈവും കണ്ട് ആ ലൈവിൽ പറയുന്നത് പോലെ തന്നെ ചെയ്ത് ആൻസർ പറയാൻ പറയുമ്പോൾ ആൻസർ പറഞ്ഞ് നോട്ടിൽ എഴുതാൻ പറയുമ്പോൾ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് 14-ാം തീയതി വരെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് കിട്ടും. ആൻഡ് ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. മക്കളെ, നിങ്ങൾ ആലോചിക്കണം, A+, നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിലും 520 എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ ഒന്നും പഠിക്കാത്ത കുട്ടിക്കും 520 500 മാർക്കിൻ്റെ മുകളിൽ ഞാൻ ഗ്യാരണ്ടി തരും. ബാക്കി എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന അഡീഷണൽ എഫേർട്ടാണ്. സോ 500 മാർക്ക് 520 വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന് തയ്യാറാവുക, മനസ്സിൽ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. ഞാൻ എന്ത് ചെയ്യും, ഞായറാഴ്ച രാത്രി 7 മണി മുതൽ ഞാൻ എജ്യൂപോർട്ടൻ ലൈവ് കണ്ടുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഐ ആം റെഡി സർ എന്നുള്ളത്. ആൻഡ് നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടായാൽ പോരാ, ഫ്രണ്ട്സിനെയും കൂട്ടി വരും. ഒറ്റയ്ക്കാവുമ്പോൾ എന്താ മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഉഴപ്പാൻ ചാൻസ് ഉണ്ട്. 2-3 ഫ്രണ്ട്സിനെയും കൂട്ടി വന്നിട്ട് ഒരുമിച്ച് പഠിക്കാം. സോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഐ ആം റെഡി സർ എന്നുള്ളത്, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.